പ്രാണനായി. ഭാഗം 17. നീ അവളെ താലി കെട്ടിയ ആ നിമിഷം തന്നെ അത് വലിച്ചു പൊട്ടിച്ച് അവൾ എന്റേതാണെന്ന് നിന്റെ മുന്നിൽ വെച്ച് തന്നെ അവളെ ചേർത്ത് പിടിച്ച് പറയണമെന്ന് എത്രമാത്രം ഞാൻ കൊതിച്ചു എന്നറിയാമോ നിനക്ക്? പക്ഷെ ഒന്നും ചെയ്യാനാകാതെ, ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ വെറും ഒരു പ്രതിമ പോലെ നിൽക്കുന്നവളെ കണ്ടപ്പോ എനിക്ക് അതിനു പോലും ധൈര്യം വന്നില്ലടാ. എത്രയൊക്കെ സ്വപ്നം കണ്ടിരുന്നെന്നോ ഞാനും അവളും എന്റെ അമ്മയും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. എല്ലാം എല്ലാം തകർന്നെന്നാ ഞാൻ കരുതിയത്. പക്ഷെ പിന്നീട് നീ വാശി തീർക്കാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് അറിഞ്ഞപ്പോ തന്നെ നിന്റെ കവളിൽ ഞാനടിച്ച ആ അടി, അത് അത്രയേറെ മനം നൊന്തിട്ടായിരുന്നടാ. എങ്കിലും നിനക്ക് അവളോട് ദേഷ്യം മാത്രമേ ഉള്ളൂ എന്ന്, ഒരിക്കലും അവളെ നീ അംഗീകരിക്കില്ല എന്നുമുള്ള സമാധാനത്തിലായിരുന്നു ഇന്നലെ വരെ ഞാൻ. പക്ഷേ ഇന്നലെ എന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയടാ സിദ്ധു. നിനക്ക് നിന്റേതായ ന്യായങ്ങൾ ഉണ്ടാകും കാർത്തി. പക്ഷെ എന്റേതിനേക്കാൾ വലുതായിരിക്കില്ല അതൊന്നും. ആ പെണ്ണ് ആ വീട്ടിൽ അനുഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ വിളിച്ചിറക്കി കൊണ്ടുപോയാലോ എന്ന് പലപ്പോഴും പലവട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ പിന്തിരിപ്പിച്ചത് എന്തായിരുന്നെന്ന് അറിയോ നിനക്ക്? ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ സിദ്ധു തല ഉയർത്തി കാർത്തിയെ നോക്കി. എന്നാൽ അപ്പോഴും അവൻ സിദ്ധു പറയുന്ന ഓരോ വാക്കുകളും തീർത്ത പകപ്പിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഇല്ല എന്ന പോലെ അവൻ തന്റെ തലയാട്ടി. നീ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി ഇന്നും അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട്, അവൾ അത് ദൈവത്തെ പോലെ കൊണ്ടു നടക്കുന്നത് കണ്ടതുകൊണ്ട്. അങ്ങനെയുള്ള അവൾ ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വരില്ലടാ. നീ അവളോട് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ കാർത്തി. പക്ഷെ അവൾ നിന്നെ വെറുത്തിട്ടില്ലടാ, ഒരിറ്റുപോലും. നീ അവളോട് ചെയ്ത തെറ്റുപോലും സ്വയം തന്റെ വിധിയാണെന്ന് കരുതി ആശ്വസിക്കുന്ന ഒരു പാവം പെണ്ണ്. നിന്നോട് എനിക്ക് പുച്ഛം മാത്രമേ തോന്നിട്ടുള്ളൂ അവളുടെ കാര്യത്തിൽ. കയ്യിൽ കിട്ടിയ മാണിക്യം വെറും കല്ലാണെന്ന ധാരണയിൽ എറിഞ്ഞു കളയാൻ നിൽക്കുന്നവൻ, അതാണ് നീ. സ്വയം കണ്ണടച്ച് നീ അത് ഇരുട്ടാക്കുന്നത് കാണുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ, നീ അവളെ സ്നേഹിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നെങ്കിലും അവളെ നീ എന്നും പറയാറുള്ളത് പോലെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ എന്തുകൊണ്ട് ആ ആൾ ഞാനായിക്കൂടാ എന്ന് ഞാൻ ആലോചിച്ചു. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നടാ എന്റേത്. പക്ഷെ എല്ലാം എല്ലാം തകർന്നു. ഇപ്പൊ എനിക്ക് പേടി തോന്നുന്നു കാർത്തി. നീ അവളെ സ്നേഹിച്ചു പോകുമോ എന്നോർത്ത് ശരിക്കും പേടി, വല്ലാതെ പേടി തോന്നുന്നടാ. തന്നൂടെ നിനക്ക് എനിക്ക് അവളെ? മുന്നിൽ തളർന്നു നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ സിദ്ധു ചലിക്കാനാകാതെ നിന്നുപോയി. എല്ലാം കേട്ട് സ്തബ്ധനായി നിൽക്കുന്ന അഭി. ഞാൻ കാറിന്റെ കീ എടുക്കാൻ മറന്നു. സിദ്ധുവിന്റെ നോട്ടത്തിന് മറുപടിയായി ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്ന് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിലേക്കിരുന്നു. എന്നാൽ ഇനിയും ആരെയും ഫേസ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ തന്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സിദ്ധു ആ ക്യാബിൻ ഡോർ തുറന്നു പുറത്തേക്ക് നടന്നു. അവൻ പോയ വഴിയെ നോക്കി തിരിഞ്ഞ അഭി കാണുന്നത് തളർച്ചയോടെ ചെയറിലേക്ക് ഇരുന്നു പോയ കാർത്തിയെയായിരുന്നു. അവൻ പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്ന് അവന്റെ ഓരോ ഭാവത്തിൽ നിന്നും അഭിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ആരെ കുറ്റം പറയണം എന്നറിയാതെ അവനും ആശയക്കുഴപ്പത്തിലായിരുന്നു. ആരോടൊക്കെയുള്ള ദേഷ്യത്തിലും വാശിയിലും ഒരു പെണ്ണിനെ താലി കെട്ടി സ്വന്തമാക്കി, പിന്നീട് അവളെ തിരിഞ്ഞുപോലും നോക്കാതിരുന്നവൻ ഒടുവിൽ എന്നോ കിട്ടിയ വെളിപാടിൽ അവളെ അവൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒടുവിൽ അതൊരു പക്ഷെ പ്രണയമായേക്കാം. എന്നാൽ ഇന്ന് അവനിൽ അവളോട് സഹതാപം മാത്രമേയുള്ളൂ. മറുവശത്ത് തന്റെ പ്രണയം തുറന്നു പറയാതെ ഉള്ളിൽ കൊണ്ടു നടന്നവൻ ഒടുവിൽ സുഹൃത്തിന്റെ താലി കഴുത്തിൽ അണിഞ്ഞു നിൽക്കുന്നവളെ കണ്ട് മിണ്ടാതെ ഒതുങ്ങി പോകാൻ ശ്രമിച്ചവൻ. എന്നാൽ പിന്നീട് അവൻ അവളെ താല്പര്യമില്ല എന്നറിഞ്ഞപ്പോ വീണ്ടും അവളെ സ്വീകരിക്കാൻ തയ്യാറായവൻ. ഇന്ന് അവൾക്ക് വേണ്ടി അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന് മുന്നിൽ പോലും അപേക്ഷിക്കാൻ തയ്യാറായവൻ. രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ആലോചിച്ച അഭി ഒരു നിമിഷം വിറച്ചു. എന്തുകൊണ്ടും അവളെ അർഹൻ അന്നും ഇന്നും സിദ്ധു തന്നെയാണ്. അവന്റെ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും തട്ട് താന്നു തന്നെ ഇരിക്കും. പക്ഷേ കാർത്തി, അവൻ ഇവളെ എന്നെങ്കിലും അതുപോലെ സിദ്ധുവിനെ പോലെ സ്നേഹിക്കാനാകുമോ? അവൻ അവളെ സ്നേഹിക്കുമോ എന്ന് പോലുമുള്ള കാര്യം സംശയമാണ്. പുച്ഛത്തോടെ അഭി ആലോചിച്ചു. എങ്കിലും ഒന്നും മിണ്ടാതെ അവൻ ആ ഇരിപ്പിരുന്നു. കാർത്തിയുടെ തീരുമാനം എന്തായിരിക്കുമെന്നുള്ള ഭയം ഉള്ളിൽ നിറച്ചുകൊണ്ട് തന്നെ. അമ്മേ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഉമർ റെഡിയാകാൻ പറഞ്ഞതുകൊണ്ട് തനിക്കുള്ളതിൽ അല്പം ഭേദമെന്ന് തോന്നിയ ഒരു നേരിയത് എടുത്തുടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. അതൊക്കെയുണ്ട്. എന്റെ കുട്ടി റെഡിയായോ? ആം, ആയി എന്ന പോൽ അവൾ അവരെ നോക്കി തലയാട്ടി. ഉമ അവളെ ഒന്ന് നോക്കി. ഒരു കൊച്ചു പെൺകുട്ടി. ഇടുപ്പ് കഴിഞ്ഞു കിടക്കുന്ന മുടി മെടഞ്ഞ് മുന്നിലേക്കിട്ടിട്ടുണ്ട്. മുഖത്ത് ചമയം എന്ന് പറയാൻ തന്റെ മകന്റെ പേരിലുള്ള സീമന്തരേഖയിൽ അണിഞ്ഞിരിക്കുന്ന ആ കുങ്കുമം മാത്രം.
കാതിൽ ഒരു കറുത്ത പ്ലാസ്റ്റിക്കിന്റെ മുട്ടുകമ്മൽ, കഴുത്തിൽ താലി, കൈകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അവളുമായി ഉമ വീണ്ടും മിത്രയുടെ മുറിയിലേക്ക് നടന്നു. അവളുടെ കബോർഡ് തുറന്ന് ഒട്ടിക്കുന്ന ഒരു കറുത്ത പൊട്ടെടുത്ത് അവളുടെ നെറ്റിയിൽ അണിയിച്ചു കൊടുത്തു. ഇപ്പോ ഹായ്, ഇപ്പോ അമ്മയുടെ കുട്ടി കുറച്ചുകൂടി സുന്ദരിയായി. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഉമ പറഞ്ഞതും ശ്രീ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവളുടെ ആ ഇരു കണ്ണുകളിലും അമർത്തി തുടച്ചുകൊണ്ട് അവളുമായി അവർ താഴേക്ക് നടന്നു. ശ്രീയെ ചേർത്ത് പിടിച്ച് താഴേക്ക് വരുന്ന ഉമയെ കണ്ടതും വൈഗാമിയുടെയും ശങ്കരനാരായണന്റെയും നെറ്റി ചുളിഞ്ഞു. ഒപ്പം മുഖത്തിഷ്ടക്കേടും നിറഞ്ഞു. അവർ ഇരുവരും എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. എങ്ങോട്ടാ ഉമേ, നീ ഇതിനെയും കൂട്ടി? ഇഷ്ടക്കേടോടെയുള്ള വൈഗാമിയുടെ ചോദ്യം കേട്ടതും ശ്രീ പേടിയോടെ ഉമയുടെ പുറകിലേക്ക് പതുങ്ങി നിന്നു. ഞങ്ങളൊന്ന് പുറത്തു പോകുക അമ്മേ. മുറിയിൽ നിന്നും കാറിന്റെ കീയുമായി പുറത്തേക്ക് വന്നുകൊണ്ട് ദേവൻ പറഞ്ഞു. അയാളെ കണ്ടതു ഉമ ആശ്വാസത്തിൽ കുതിർന്ന ചെറു ചിരിയോടെ നിന്നു. അത് മനസ്സിലാക്കി അയാൾ അവരെ നോക്കി കണ്ണു ചിമ്മി. ഒപ്പം അവൾക്ക് പിന്നിൽ പേടിയോടെ പതുങ്ങി നിൽക്കുന്ന സ്ത്രീയെ തന്നോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നിർത്താനും അയാൾ മറന്നിരുന്നില്ല. എന്തിന്? അതും ഇവളെ കൊണ്ട് പുറത്തു പോകേണ്ട ആവശ്യം എന്താ? ഗൗരവത്തോടെയും അതിലേറെ നീരസത്തോടെയും ശങ്കരനാരായണൻ ചോദിച്ചു. എന്റെ മകളുമായി ഞാനും ഉമയും പുറത്തു പോകുന്നു, അതിലെന്താ തെറ്റ്? പിന്നെ ഇന്നലെ രാവിലെ എല്ലാവർക്കും മുന്നിൽ വെച്ച് പറഞ്ഞതൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതറിഞ്ഞു പെരുമാറുക രണ്ടുപേരും. ആ സമയം ദേവന്റെ ശബ്ദത്തിൽ ഒരു താക്കീതിന്റെ ലാഞ്ചന തെളിഞ്ഞു നിന്നിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെ ശങ്കരനാരായണനും വൈഗാമിയും നിശബ്ദരായിരുന്നു. എന്നാൽ തന്നോട് ചേർന്ന് നിൽക്കുന്ന ആ കുഞ്ഞു പെണ്ണ് വല്ലാതെ വിറയ്ക്കുന്നതറിഞ്ഞതും ഇനിയും മറ്റൊരു സംസാരത്തിന് അവസരം നൽകാതെ ദേവൻ അവളുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവരോടൊപ്പം തന്നെ ഉമയും. ആ വലിയ കെട്ടിടത്തിനു മുന്നിൽ കണ്ണുകൾ വിടർത്തി അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും ഉമയും ദേവനും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്താ അച്ഛന്റെ ശ്രീകുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചതും അവൾ അയാളെ നോക്കി. അത് ഞാൻ ആദ്യമായിട്ടാ ഇത്ര വലിയ വീട് കാണുന്നേ. ഇത് ആരുടേതാ? ആഹാ, അപ്പോ ഇത് വീടാണെന്നാണോ മോള് കരുതിയേ? ഉമ അവളുടെ മറുവശത്തു വന്ന് നിന്നുകൊണ്ട് ചോദിച്ചതും സ്ത്രീയുടെ മുഖം വാടി. താൻ പറഞ്ഞത് ശരിയല്ലേ എന്ന പോൽ അവൾ കണ്ണുകൾ ചുരുക്കി ഉമയെ നോക്കി. ഇത് ആരുടെയും വീടല്ല മോളെ, ഇതാണ് മാള്. നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഈ വലിയ കെട്ടിടത്തിൽ തന്നെയുണ്ട്. ഡ്രസ്സ്, പച്ചക്കറി, ആഹാരം, അങ്ങനെയെല്ലാം. മനസ്സിലായോ? അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഉമ തന്നെ പറഞ്ഞു കൊടുത്തതും ശ്രീ അത്ഭുതത്തോടെ ആണോ എന്ന രീതിയിൽ അവരെ നോക്കി വീണ്ടും അങ്ങോട്ട് കണ്ണുകൾ പായിച്ചു. മതി, ഈ പുറത്തുനിന്നുള്ള നോട്ടം. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇതിലും നല്ല കാഴ്ചകളുണ്ട്. ചിരിയോടെ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ച് ദേവൻ മുന്നോട്ട് നടന്നു. ഒപ്പം തന്നെ ഉമയും. തറവാട്ടിൽ ആ 4 ചുമരുകൾ മാത്രം കണ്ടു വളർന്ന സ്ത്രീക്ക് ഇതൊക്കെ ആദ്യ കാഴ്ചയും അമ്പരപ്പും ആയിരുന്നു. അവൾ ചോദിക്കുന്ന ഓരോന്നിനും ഒരു മടുപ്പുമില്ലാതെ ദേവനും ഉമയും മറുപടി കൊടുത്തു. അവളുടെ അത്രയേറെ നിഷ്കളങ്കമായ ഓരോ ചോദ്യങ്ങളും അവർ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആദ്യമായി അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യം ഒരുപോലെ ആസ്വദിക്കുകയായിരുന്നു ശ്രീ. സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ മുഖമില്ലാത്ത ആരുടെയോ കൂടെ താൻ ഇങ്ങനെ ചേർന്ന് നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ നിമിഷം നടക്കുന്നതൊന്നും ഇപ്പോഴും വിശ്വസിക്കാനാകാതെ ഇടയ്ക്ക് തന്റെ കയ്യിൽ തന്നെ നഖമാഴ്ത്തി സ്വപ്നമല്ലെന്ന് ഉറപ്പിച്ചിരുന്നു അവൾ. ഉമേ, എന്താ ഏട്ടാ? നേരിയതൊന്നും വേണ്ട. എന്റെ ശ്രീകുട്ടിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. കൊച്ചുകുട്ടി തന്നെയാ എന്റെ മോള്. അതുകൊണ്ട് പാവാടയും ടോപ്പും അങ്ങനെയുള്ളതൊക്കെ മതിട്ടോ. അതെന്തായാലും അത്രേ ഉള്ളൂ ഏട്ടാ. നമ്മുടെ ഈ കുഞ്ഞു പെണ്ണിന് അതേ ചേരൂ. എന്നാ നിങ്ങൾ വാങ്ങ്, ഞാൻ അവിടെ കാണും. ശ്രീകുട്ടി, മോൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കണം കേട്ടല്ലോ. മടി പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഉമയുടെ കൈകളിൽ കോർത്തു പിടിച്ച് ചുറ്റു നോക്കി നിൽക്കുന്ന സ്ത്രീയെ നോക്കി ദേവൻ പറഞ്ഞതും അവൾ മറുപടിയായി അയാളെ നോക്കി പുഞ്ചിരിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ദേവേട്ടൻ ചെല്ല്. അവർ ഇരുവരെയും നോക്കി ചിരിയോടെ ഉമ പറഞ്ഞതും അയാൾ ഫോണുമായി നടന്നിരുന്നു. സ്ത്രീക്കായി കൂടുതലും ലെഗിനും ടോപ്പും അതുപോലെ സ്കേർട്ടും ടോപ്പും പിന്നെ ആവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ 2-3 നേരിയതുമായിരുന്നു ഉമ അവൾക്കായി തിരഞ്ഞെടുത്തത്. എന്തിനാ അമ്മേ ഇത്രയും? ഞാനിത് ഒരുപാടൊന്നും ഇടില്ല. പിന്നെ തറവാട്ടിൽ തന്നെയല്ലേ ഞാൻ. അവിടെ ഇത്രയും നല്ലതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ഓരോ ഡ്രസ്സിലെയും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന കല്ലിലേക്കും മുത്തുകളിലേക്കും വിരലുകളാൽ തൊട്ടു നോക്കി അല്പം വിഷമത്തോടെ ശ്രീ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, ഇതെന്തായാലും തുരുമ്പിച്ചു പോകുന്നില്ല. അതോർത്ത് എന്റെ മോള് ടെൻഷൻ അടിക്കണ്ട. ചെറുതായി അവളുടെ കയ്യിലൊന്ന് അടിച്ചുകൊണ്ട് ഉമ കണ്ണുരുട്ടി പറഞ്ഞതും ശ്രീ വേഗം തലയാട്ടി. എങ്കിലും മുന്നിൽ കിടക്കുന്ന ഒരുപാട് ഡ്രസ്സുകളിലേക്ക് ദയനീയമായി നോക്കാൻ അവൾ മറന്നിരുന്നില്ല. അതിനോടൊപ്പം തന്നെ അവൾക്ക് ആവശ്യത്തിലുള്ള എല്ലാ വക വസ്ത്രങ്ങളും വാങ്ങിയായിരുന്നു ഉമ ഷോപ്പിംഗ് അവസാനിപ്പിച്ചത്.
പിന്നീട് അവർ കയറിയത് ആഹാരം കഴിക്കാനായിരുന്നു. ആദ്യമായി അറിയുന്ന ബിരിയാണിയുടെ രുചിയിൽ ശ്രീയുടെ കണ്ണുകൾ വിടർന്നു. എന്നാൽ ഈ സമയം അവളുടെ ഓരോ ഭാവങ്ങളും അത്രയേറെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു ദേവനും ഉമയും. വീട്ടിൽ തന്റെ മുറിയിലിരിക്കുമ്പോൾ കാർത്തിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു സിദ്ധു. ഛേ, അത്രയ്ക്കൊന്നും പറയണമെന്ന് കരുതിയതല്ല. പക്ഷെ പെട്ടെന്ന് എല്ലാം കൂടി ഓർമ്മ വന്നപ്പോ കയ്യിൽ നിന്ന് പോയതാ. ഉള്ളിലെ പേടിയും സങ്കടവും അവളോടുള്ള ഇഷ്ടവും ഉള്ളിൽ നിന്ന് ഞെരുങ്ങിയപ്പോ വാക്കുകളായി പുറത്തോട്ട് വന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. സ്വയം ഓരോന്ന് പറഞ്ഞു സിദ്ധു. എങ്കിലും താൻ മോശമായി ഒന്നും പറഞ്ഞില്ല എന്ന് ഒരിക്കൽ കൂടി മനസ്സിൽ കിഴിച്ചു കൂട്ടുകയായിരുന്നു അവൻ. ഇറങ്ങാൻ നേരം അഭി നോക്കിയ നോട്ടം കൂടിയായതും സങ്കടം സഹിക്കവയ്യാതെയാണ് ഇറങ്ങിപ്പോന്നത്. അതുകൂടി ഓർത്തതും അവൻ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർ ആരുടെയെങ്കിലും മെസ്സേജോ കോളോ വരുന്നുണ്ടോ എന്ന് ഫോണിലേക്ക് കണ്ണുകൾ പായിക്കുന്നുണ്ടായിരുന്നു അവൻ. ഇല്ലെന്ന് കാണുമ്പോൾ നിരാശയോടെ ഫോൺ തിരികെ വെക്കും. എന്നാൽ ഉള്ളിൽ താൻ പറഞ്ഞത് കടന്നുപോയോ എന്ന് ചിന്തിക്കാനും ആലോചിക്കാനും അവൻ ആ സമയം മറന്നിരുന്നില്ല. തുടരും. പ്രാണനായുടെ മറ്റൊരു ഭാഗവുമായി ഉടനെ വരുന്നതാണ്.